ഈ സീറ്റ് ബെൽറ്റിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ സീറ്റ് ബെൽറ്റ് എല്ലാ വ്യത്യാസം കണ്ടില്ല, കാണുമ്പോൾ തന്നെ ആ ഒരു പാറ്റേണൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ബെൽറ്റ് ബാഗ് ഉണ്ട്, അതായത് സീറ്റ് ബെൽറ്റിനകത്ത് എയർ ബാഗിനെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിനകത്ത്. ഈ ഫീച്ചർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയ എസ് ക്ലാസ്സിനകത്താണ്. ഗംഭീര മാറ്റവുമായിട്ടാണ് ഏറ്റവും പുതിയ എസ് ക്ലാസ് വന്നിട്ടുള്ളത്. അതിലേക്ക് ഗ്രില്ലിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ, ഒരു അടിപൊളി ഗ്രില്ല് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ധാരാളം സ്റ്റാറുകൾ കാണാം. അതിൻ്റെ തുമ്പത്തൊക്കെ ആ ഒരു ക്രോം എലമെൻ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഏരിയ ഇവിടെ നമുക്കൊരു ഗ്ലാസ് പോലെ കണ്ടില്ല, ഇതിനകത്ത് ആക്ച്വലി റഡാറാണ്. അതും ഒരു പ്രീമിയം സ്റ്റൈലിലാണ് ഇവർ പ്ലേസ് ചെയ്തേക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാമല്ലേ. ഇവിടെ സെൻറ്ററിൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കാണാം, അത് നേരെ വന്ന് ഇവിടെ ലോഗോയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൂഡ് ഓർണമെൻറ്റും കാണാം. ഇത് കുറേ കാലം ഇല്ലാത്തതായിരുന്നു, അതിപ്പോൾ ഏറെക്കുറെ തിരിച്ചു വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ്. അത് ഭയങ്കരമായിട്ടുള്ളൊരു ലെഗസിയാണ്. ഇത് നമ്മൾ ലാമ്പിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് ലാമ്പിനിട്ട് പക്കാൻ പുതിയതാക്കിയിട്ടുണ്ട്. അതിനകത്ത് 3 സ്റ്റാറുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. DRL വേണ്ടിയിട്ടാണ് ഇതും DRL-ആട്ടോ, അല്ലാതെയാണ് ഹെഡ് ലാമ്പ് ഇട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ക്ലോസ്ഡ് ആണ്, ഒരു ഡിസൈൻ മാത്രമാണ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം, അവർക്കൊരു ക്രോം സറൗണ്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, മൊത്തത്തിൽ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഒരു പുതിയ ഫ്രണ്ട് ഭാഗം തന്നെ മെഴ്സിഡീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് സംസാരിക്കാം. സൈഡ് പ്രൊഫൈലിന് ആ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ ആ ഒരു ക്ലാസി ഡിസൈനും ഒക്കെ നിലനിർത്തിയിട്ടുണ്ട്. പുതിയ വീൽ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. വെരി നൈസ്, നല്ല രസമുണ്ട്. ധാരാളം സ്പോക്കുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഫെൻഡറിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഒരു റഡാറിൻ്റെ ഭാഗമായിട്ട്, അതായത് അഡാസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സെൻസറുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറ ആയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം. ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ഇവിടെയുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ക്യാമറ കൊടുത്തിട്ടുണ്ട് തൊട്ടിപ്പുറത്തേക്ക് ബാക്കിലേക്ക്. അത് നമ്മൾ ആ ഒരു റഡാർ ഫെസിലിറ്റിക്കും സെറ്റപ്പിനും വേണ്ടി കൊടുത്തേക്കുന്നതാണ്. അതുപോലെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ക്രോം ടച്ചിലാണ് വന്നിരിക്കുന്നത് സൈഡ്. അതുപോലെ ഇതാ ഫ്ലഷ് ഡോർ ഹാൻഡിൽസിനെ ഇവിടെ കാണാം. ഇനി നമ്മൾ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അതേപോലെ തന്നെ ആ ഒരു സ്റ്റാർ കാര്യങ്ങളൊക്കെ ടെയിൽ ലാമ്പിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് ആക്ച്വലി നല്ല രസമുണ്ടല്ലേ, ഭയങ്കര യുണീക്ക് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ പാറ്റേൺ എൻഡേർലി ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. മെഴ്സിഡീസ് ലോഗോ, റിയർ ക്യാമറ ഇതിനകത്ത് നിന്ന് താഴേക്ക് വരുന്ന രൂപത്തിലാണ് കൊടുത്തേക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എക്സോസ്റ്റ് കാണാം. ഇതിനകത്ത് രണ്ടും ഫങ്ഷനിങ് ആണ്. ഒരു ക്രോം എലമെൻറ്റും സറൗണ്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തും ഫങ്ഷനിങ് ആണ്. രണ്ടിനകത്തും 2 വീതം എക്സോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോത്ത് ഇലക്ട്രിക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ഇതൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു 22 kWh ബാറ്ററി പാക്ക് ഉണ്ട്. ആ ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന എസ് ക്ലാസ്സിനേക്കാളും കുറച്ച് ബൂട്ട് സ്പേസ് ഇതിനകത്ത് കുറവാണ്. കുറഞ്ഞ ഒരു 30 ലിറ്റർ അങ്ങനെ എന്തോടെ കുറവുള്ളത്. കാരണം ഈ ഒരു ബേസ് ഭാഗം കുറച്ച് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു ഫ്ലാറ്റ് പോലെയാണ് ഇപ്പം ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ ഓപ്പറേഷൻ ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ്, വെരി നൈസ്. ഇനി മറ്റൊരു ഹൈലൈറ്റ് ആണ്, ഈ സൈഡ് ഭാഗത്ത് നമുക്കൊരു ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി DC ഫാസ്റ്റ് ചാർജർ വെച്ച് ചാർജ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറാണ്. ഇലക്ട്രിക് പവർ മാത്രം ഉപയോഗിച്ച് 115 കിലോമീറ്റർ ദൂരം നമുക്ക് സഞ്ചരിക്കാം. 60 കിലോവാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് 10 to 80% വെറും 20 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാം. അങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100+ കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഹൈബ്രിഡ് എഞ്ചിനാണ്. ബാറ്ററി നമുക്ക് ചാർജ് ചെയ്ത് കൊടുക്കാം എക്സ്റ്റേണലി സപ്പോർട്ട് വെച്ചിട്ട്. സാധാരണ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണലി ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റില്ല. അത് വണ്ടി മൂവ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ AC വെൻറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഡിസൈൻ എലമെൻറ്റും ഒക്കെ നമുക്ക് കാണാം. താഴ്ഭാഗത്ത് നമുക്ക് C-type ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലാണ്. അതുപോലെ അവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാം. അത് ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് കാണാൻ പറ്റും. ഇവിടെ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഇതിനകത്തുള്ള ആൾക്കാർക്ക് ഗൂഗിൾ മീറ്റ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്യാമറ ആവശ്യം ഉണ്ടാവുമല്ലോ ബിസിനസ് പരമായിട്ട്. സോ അതിന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. മറ്റൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീറ്റ് ബെൽറ്റിനകത്തുള്ള എയർ ബാഗ്. 15 എയർ ബാഗുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. ഇനി സീറ്റ് ബെൽറ്റ് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് നോക്കിയാൽ ലൈറ്റ് കത്തും. അത് നമ്മൾ നേരത്തെ പലപ്പോഴായിട്ട് ചില മോഡലിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് കൺട്രോൾ യൂണിറ്റ് കാണാം. ഇത് നേരത്തെ ഉള്ള പോലെ തന്നെ നമുക്ക് പുറത്തെടുക്കാം. പക്ഷേ ഇത്തവണ അതിൻ്റെ ഡിസൈൻ നോക്കിയാൽ ഒരു ചെറിയ ഫോർഡ് പോലെ ആക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. 2 ആൾക്കും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് ആൻഡ് വയർലെസ് ചാർജിങ് യൂണിറ്റ് കാണാം. ഇത് വെൻറ്റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഫോൺ ഹീറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ആവശ്യമില്ലെങ്കിൽ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇത് സീറ്റ് നോക്കിയാൽ വാവ്, കംഫർട്ടബിൾ സീറ്റ്. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ എസ് ക്ലാസിൻ്റെ സീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സീറ്റിനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് വിശാലമായിട്ട് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം.
ഷൂവിൻ്റെ ഭാഗം വെക്കാനുള്ള ഒരു സ്പേസ്, അതായത് കാല് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. തൈ സപ്പോർട്ട് നൈസാണ്. വാവ്, കംഫർട്ടബിൾ ആണ്, ഭയങ്കര കുഷ്യനായിട്ടഡ് ആണ്, സൂപ്പർ. ഇതൊക്കെ നോക്കിയാൽ അംബിയൻ ലൈറ്റിങ്, അതുപോലെ തന്നെ ഈ ഒരു എലമെൻറ്റ് ഇതൊക്കെ പുതിയതാണ്. അത് ഞാൻ ഫ്രണ്ട് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനിയാണ് നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് വന്നേക്കുന്നത്. ഭയങ്കരമായ മാറ്റം ഫ്രണ്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാഷ് ബോർഡാണ്. ഇവിടെ നോക്കിയാൽ ഒരു ഗംഭീര ഡാഷ് ബോർഡ് അല്ലേ. ഇതൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇവിടെ അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അതിനകത്ത് നമ്മളെ സെറ്റിങ്സും കാര്യങ്ങളും, സ്റ്റിയറിംഗ് അസിസ്റ്റ്, അറ്റൻഷൻ അസിസ്റ്റ്, ആ ലൈൻ കീപ്പ് അസിസ്റ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാസഞ്ചറിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് നമുക്കിവിടെ കാണാം. അതിനകത്ത് അവർക്ക് അത്യാവശ്യം ഗെയിം കളിക്കാനും വീഡിയോ കാണാനും ഒക്കെയുള്ള ഫെസിലിറ്റി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തേക്കുന്നത്. AC വെൻ്റൊക്കെ നോക്കിയാൽ വെരി നൈസ്. ഈ AC വെൻറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അത് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം. അതിൻ്റെ പാറ്റേൺ നല്ല രസമുണ്ടല്ലോ. അതിനകത്തൊരു കളർ പാറ്റേൺ ഒക്കെ കൊടുത്താൽ ഒരു ബ്ലൂ, ഇതൊക്കെ എനിക്ക് തോന്നുന്ന ആംബിയൻ ലൈറ്റ് അനുസരിച്ച് ചേഞ്ച് ആവും, ഡ്രൈവ് മോഡ് അനുസരിച്ച് മാറും. പിന്നെ ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ, അത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. സോ വെരി നൈസ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ. അതുപോലെ ഇവിടെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് കാണാം. അത് ശരിക്കും പറഞ്ഞൊരു ഡാഷ് ക്യാമറ അകത്തേക്ക് വെച്ചേക്കുന്ന പോലെ ഒരു ഫംഗ്ഷനും, അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ യൂണിറ്റ് ഒക്കെ നമുക്കവിടെ കാണാം. ഇനി സെൻട്രൽ കൺസോൾ നോക്കിയാൽ ആ ഒരു പാൻ അമേരിക്കൻ ലൈൻസിലെ ശരിക്കും മൈബാക്കിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു സ്റ്റൈൽ ഓഫ് സാധനം. അതിൻ്റെ താഴ്ഭാഗത്ത് കപ്പ് ഹോൾഡേഴ്സ്, സി ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ, അതുപോലെ ഇതൊക്കെ ഇല്ലുമിനേറ്റഡ് ആണ്. കപ്പ് ഹോൾഡേഴ്സൊക്കെ വെരി നൈസ്. താഴെ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് ആൻഡ് ഹാൻഡ് റെസ്റ്റ്. ഇത് ഹീറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോർ സൈഡിലെ ഈ ഒരു ഭാഗം ഹീറ്റഡ് ആണ്. സീറ്റ് വെൻറ്റിലേറ്ററും ഹീറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. മെമ്മറി ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, സീറ്റിൻ്റെ കൺട്രോൾ. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ഈ ഒരു ലെതർ പാറ്റേണും ഒക്കെ ഒരു പുതിയ സാധനമാണ് വന്നേക്കുന്നത്. 32 സ്പീക്കേഴ്സുള്ള ബർമസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റവും ഇവർ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓ കൊള്ളാട്ടോ, നല്ല അടിപൊളി ഇൻറ്റീരിയർ. പക്ഷേ അതിൻ്റെ മെർസിഡീസിൻ്റെ ഒരു എലഗൻസ് ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഇനി എഞ്ചിനെ കുറിച്ചും കൂടി പറയാം. ഒരു 3 ലിറ്റർ എഞ്ചിനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡാണ്, 6 സിലിണ്ടറാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. അതിനകത്തൊന്നും കാര്യമായിട്ട് നമുക്ക് സംസാരിക്കാറില്ല. ആസ് യൂഷ്വൽ മെർസിഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മെർസിഡീസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയ എസ് ക്ലാസ്. ഇത്രയും മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പക്ഷേ മെർസിഡീസിൻ്റെ DNA ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എസ് ക്ലാസ് എന്ന് പറയുന്ന മോഡൽ വാഹന വിപണിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവർ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ABS കൊണ്ടുവന്നിട്ടുണ്ട്, എയർ ബാഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതേപോലത്തെ ഒരു ഇന്നോവേഷനാണ് നമ്മളിപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർക്കൊരു ലെഗസി ഉണ്ട്. ഡ്രൈവ് കംഫർട്ട്, അതിൻ്റെ ആ ഒരു പെർഫോമൻസ്, അതിൻ്റെ ഒരു ഫീല്, അതൊക്കെ തന്നെയും ഈ എസ് ക്ലാസ്സിനകത്ത് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.